തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ബോംബ് ഭീഷണി. വലിയതുറ പോലീസും സിഎസ്എഫും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കെ സ്റ്റെഫൻ ചേരുന്നുണ്ട്. സ്റ്റെഫൻ, എപ്പോഴാണ് ഈ ബോംബ് ഭീഷണി ഉണ്ടായത്? അന്വേഷണം ഇപ്പോൾ ഏത് വഴിക്കാണ്? ജയലക്ഷ്മി, അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള സ്ഥലമാണ് തിരുവനന്തപുരം വിമാനത്താവളം. നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു വ്യാപകമായ തിരച്ചിലാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ പരിസര പ്രദേശങ്ങളിലും എല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അല്പം മുമ്പ് ഇവിടെ കണ്ടതാണ് ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ പരിസരത്ത് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇമെയിൽ സന്ദേശത്തിൽ വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന സ്ഥലം തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ D1 എൻട്രിയാണ്. അവിടെ ഈ കാണുന്ന പുല്ല് പിടിപ്പിച്ച ഭാഗം, അവിടെയെല്ലാം തന്നെ പരിശോധനകൾ ഓരോ സ്ഥലത്തും ഓരോ മുക്കുമൂലയിലും പരിശോധന നടത്തുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. നേരത്തെ അവിടെ നിന്നും ആളുകൾ പരിശോധന നടത്തി. ഒപ്പം തന്നെ ഈ വേസ്റ്റ് ബിന്നുകൾ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലം, അതോടൊപ്പം ഈ പുൽത്തകിടിയും പൂന്തോട്ടമൊക്കെ ഉണ്ട് ഈ കാണുന്ന സ്ഥലത്തെല്ലാം. ഇതിൻ്റെ മുൻവശത്തായിട്ട് അവിടെയെല്ലാം ഓരോ ഉദ്യോഗസ്ഥരും ചെന്ന് എല്ലാ സ്ഥലങ്ങളിലും ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പരിശോധന നടത്തി ഇപ്പോൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അല്പം മുമ്പ് ഡോഗ് സ്ക്വാഡ് വിമാനത്താവളത്തിൻ്റെ അകത്തായിരുന്നു പരിശോധന നടത്തിക്കൊണ്ടിരുന്നത്. ഡോഗ് സ്ക്വാഡ് ഈ പുറത്തു വന്ന് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഈ സ്ഥലത്തെല്ലാം തന്നെ പരിശോധനകൾ നടത്തിയിരുന്നു. മെറ്റൽ ഡിറ്റക്ടറെല്ലാം ഉപയോഗിച്ച് ഇവിടെ എല്ലാം തന്നെ പരിശോധന നടത്തി. കാരണം ഒരു പക്ഷേ കിട്ടിയിരിക്കുന്ന സന്ദേശമനുസരിച്ച് വ്യാജമാണെന്നൊരു നിഗമനത്തിലേക്ക് ഒരു പ്രാഥമികമായൊരു നിഗമനമുണ്ട് എങ്കിൽ പോലും അത് എയർപോർട്ടാണ്. അതുകൊണ്ട് തന്നെ അത് സ്ഥിരീകരിക്കണം. ഔദ്യോഗികമായ തരത്തിലൊരു സ്ഥിരീകരണം വേണം. CFSനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനൊരു നടപടിക്രമമുണ്ട്. അതിനുവേണ്ടി വ്യാപകമായ പരിശോധന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ CSFന്റെ ഉദ്യോഗസ്ഥരെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വ്യാപകമായ പരിശോധന ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. രണ്ട് ഭാഗങ്ങളിലായി ഡൊമസ്റ്റിക് എയർപോർട്ടിന്റെ ഭാഗത്തും അതോടൊപ്പം തന്നെ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് ബോംബ് ഭീഷണി. ഇപ്പോൾ വ്യാപകമായ പരിശോധനാ സ്ഥലത്ത് നടക്കുകയാണ്. കെ സ്റ്റെഫിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.